നമസ്കാരം. കൂടോത്രം ചെയ്ത് കുഴിച്ചിട്ട വസ്തുവിൽ തൊടുകയോ ചവിട്ടുകയോ കവച്ചു കടക്കുകയോ ചെയ്താൽ തല പൊട്ടിത്തെറിക്കുമെന്ന് പറഞ്ഞാൽ ഇന്നത്തെ തലമുറ വിശ്വസിക്കുമോ? ഇല്ലെന്നാണ് ഉത്തരമെങ്കിൽ അങ്ങനെയല്ലെന്ന് തലമുറകളായി വിശ്വസിച്ചു പോരുന്ന ഒരു ഊരിനെക്കുറിച്ചും അവിടെ നിലനിൽക്കുന്ന അന്ധവിശ്വാസത്തിനെതിരെ നടന്ന ഒരു സാമൂഹ്യ പരിഷ്കരണ മുന്നേറ്റത്തെക്കുറിച്ചുമാണ് ഇനി പറയാനുള്ളത്. തമിഴ്നാട്ടിലെ തിരുപ്പൂർ ജില്ലയിലെ മടത്തുകുളം താലൂക്കിലെ രാജാവൂർ ഗ്രാമത്തിൽ നിന്നുള്ള 60 ദളിതർ അവരുടെ ഓർമ്മയിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യം ചെയ്തു. രാജാവൂർ ഗ്രാമത്തിലെ കമ്പളനായ്ക്കൻ തെരുവിൽ പാദരക്ഷകൾ ധരിച്ച് അവർ സംഘമായി നടന്നു. ദളിതർ ചെരുപ്പിട്ട് തെരുവിൽ നടക്കാൻ പാടില്ലെന്ന ജാതി മേലാളരുടെ അലിഖിത നിയമത്തെ കഴിഞ്ഞ ദിവസം അവർ വച്ച ചുവടുകൾ തകർത്തെറിഞ്ഞു. പട്ടികജാതിക്കാർക്ക് തെരുവിൽ സൈക്കിൾ ചവിട്ടാൻ പോലും അനുവാദമില്ലാത്തിടത്താണ് ഇത് നടന്നത് എന്ന പ്രത്യേകതയും ഈ സമരത്തിനുണ്ട്. ആകെ 300 മീറ്റർ മാത്രം നീളമുള്ള ഒരു തെരുവിൽ താമസിക്കുന്ന 60 പേരും പിന്നാക്ക ജാതി വിഭാഗമായ നായ്ക്കന്മാരാണ്. ഗ്രാമത്തിലാകെയുള്ള 900ഓളം വീടുകളിൽ 800ഉം ഗൗണ്ടർമാർ, നായ്ക്കർമാർ തുടങ്ങിയ പ്രബല ജാതികളിൽ പെട്ടവരാണ്. സ്വാതന്ത്ര്യം കിട്ടിയിട്ടും തൊട്ടുകൂടായ്മയ്ക്കും തീണ്ടിക്കൂടായ്മയ്ക്കും എതിരെ നിയമങ്ങളുണ്ടായിട്ടും ഐത്തത്തിനും അനാചാരത്തിനുമെതിരെ ഒട്ടേറെ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചിട്ടും തലമുറകളായി തുടർന്നു പോന്ന ദുരനുഭവത്തെയാണ് ചെരുപ്പിട്ട കാലുകൾ കവച്ചു കടന്നത്. അരുന്ധതിയാർ സമുദായ അംഗങ്ങൾ രാജാവൂർ ഗ്രാമത്തെരുവിലൂടെ ചെരുപ്പിട്ട് നടക്കുന്നതിന് ഏർപ്പെടുത്തിയ വിലക്ക് മറികടന്നാണ് ഒരു സംഘം ദളിത് പ്രവർത്തകർ അവിടെ ചുവടുവെച്ചത്. പട്ടികജാതി വിഭാഗങ്ങൾക്ക് നേരെ വധഭീഷണി മുഴക്കുകയും ആക്രമിക്കുകയും ചെയ്ത പഴയ കാലത്തെ ചരിത്രത്തെ ചവറ്റുകൊട്ടയിലേക്ക് തള്ളിയാണ് 60 പേർ തങ്ങളുടെ ചരിത്ര ദൗത്യം പൂർത്തിയാക്കിയത്. പട്ടികജാതി വിഭാഗക്കാർ തെരുവിൽ ചെരുപ്പുമായി നടന്നാൽ ഒരു പ്രാദേശിക ദേവത അവരെ കൊല്ലുമെന്ന് പറഞ്ഞ് ഉയർന്ന ജാതി സ്ത്രീകൾ പോലും ഭീഷണി മുഴക്കിയിരുന്നു. ആ ഭയം പട്ടികജാതിയിൽപ്പെട്ടവരിൽ രൂഢമൂലമാവുകയും അവർ ആ തെരുവ് ഒഴിവാക്കുകയും പതിറ്റാണ്ടുകളായി അടിച്ചമർത്തലിൽ ജീവിക്കുകയും ചെയ്തു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിഷയം ദളിത് സംഘടനകളുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് ചെരുപ്പിട്ട് നടത്തം എന്ന സമരത്തിന് കളമൊരുങ്ങിയത്. ഞായറാഴ്ച വൈകി ഞങ്ങൾ ചെരുപ്പുകളുമായി തെരുവിലൂടെ നടന്നു. പതിറ്റാണ്ടുകൾ നീണ്ട അടിച്ചമർത്തൽ അവസാനിപ്പിച്ചു എന്ന് സമരത്തിൽ പങ്കെടുത്ത ഗ്രാമീണർ ആവേശഭരിതരായി പറഞ്ഞു. സ്വാതന്ത്ര്യത്തിന് ശേഷം തൊട്ടുകൂടായ്മ നിരോധിച്ചപ്പോൾ പ്രബല ജാതിക്കാർ ആ ആചാരം നിലനിർത്താൻ ഒരു കഥ മെനഞ്ഞതാണ് ദുരാചാരം തുടർന്നും നിലനിൽക്കാൻ കാരണമായത്. തെരുവിനടിയിൽ ഒരു വൂഡു പാവയെ കുഴിച്ചിട്ടിട്ടുണ്ടെന്നും പട്ടികജാതിക്കാർ ചെരുപ്പിട്ട് തെരുവിലൂടെ നടന്നാൽ 3 മാസത്തിനകം അവർ മരിക്കുമെന്നാണ് ഇവിടെ പ്രചരിച്ചു പോന്ന വിശ്വാസം. ചില പട്ടികജാതി അംഗങ്ങൾ ആ കഥകൾ വിശ്വസിക്കുകയും ചെരുപ്പിടാതെ നടക്കാൻ തുടങ്ങുകയും ചെയ്തു. പിന്നീട് മറ്റുള്ള വിഭാഗങ്ങളും ഈ രീതി ഇന്നും പിന്തുടർന്നു പോരുന്നു. തലമുറകളായി പിന്തുടർന്നു പോന്ന ആ അനാചാരം തമിഴ്നാട് അൺടച്ചബിലിറ്റി ഇറാഡിക്കേഷൻ ഫ്രണ്ട് പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കഴിഞ്ഞയാഴ്ച അവർ ഗ്രാമത്തിൽ പോയി. ആ പ്രത്യേക തെരുവിൽ പ്രവേശിക്കാൻ കഴിയില്ലെന്ന് നിരവധി ദളിത് സ്ത്രീകൾ അവരോട് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് അവർ പ്രതിഷേധം നടത്താൻ തീരുമാനിച്ചത്. പക്ഷേ പോലീസ് അനുമതി നിഷേധിക്കുകയും സമരം മാറ്റിവെക്കാൻ അവരോട് ആവശ്യപ്പെടുകയും ചെയ്തു. ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കരുതെന്ന പോലീസിൻ്റെ അപേക്ഷ ആദ്യം സ്വീകരിച്ചെങ്കിലും വൈകാതെ സമരം നടത്താൻ തന്നെ അവർ തീരുമാനിച്ചു. ഒടുവിൽ സംഘടനയുടെ കീഴിൽ പ്രവർത്തകർ തെരുവിലൂടെ നടന്ന് ദളിതർക്ക് യാതൊരു വിലക്കുകളുമില്ലാത്ത ഗ്രാമത്തിലെ രാജകാളിയമ്മൻ ക്ഷേത്രത്തിൽ പ്രവേശിക്കാൻ തീരുമാനിച്ചു. 2023 ഡിസംബർ 24 ഞായറാഴ്ച വൈകുന്നേരത്തോടെ 60ഓളം പട്ടികജാതിക്കാർ കാലിൽ ചെരുപ്പുമായി രാജാവൂർ തെരുവിലൂടെ നടന്ന് ധീരമായി ആചാര ലംഘനം നടത്തി പ്രതിഷേധിച്ചു. ആരും അവരെ തടഞ്ഞില്ല. മുഴുവൻ പരിപാടിയും കനത്ത പോലീസ് നിരീക്ഷണത്തിലാണ് നടന്നത്. എന്നാൽ ഇത്തരമൊരു പദയാത്ര സംഘടിപ്പിച്ചിട്ടും ചില ദളിതർ ഇപ്പോഴും ഭയത്തിലാണ്. കുഴിച്ചിട്ട പാവകൂടോത്രം അതിൻ്റെ പണിയെടുക്കുമെന്ന ഭയം പൂർണ്ണമായും ഗ്രാമീണരിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. ദളിത് സംഘടനകൾ നടത്തിയ സമരം വൈകാതെ അവരുടെയും ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പങ്കുവച്ചത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും തിരുപ്പൂർ ജില്ലയിലെ രാജാവൂർ ഗ്രാമത്തിലെ കമ്പളനായ്ക്കൻ തെരുവിൽ മേൽജാതിക്കാർ അടിച്ചേൽപ്പിച്ച അലിഖിതവും വിവേചനപരവുമായ ആചാരം തകർത്ത് അടിയാള ജനത ആദ്യമായി പാദരക്ഷകൾ ധരിച്ച് നടന്നത് തമിഴ്നാടിൻ്റെ സാമൂഹ്യ നവോത്ഥാന ചരിത്രത്തിൽ ഇടം പിടിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.